ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് സംസാരിക്കാനായിട്ട് കുറേ പ്രാവശ്യം കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ച്. അപ്പോൾ ആൾ ഫോൺ എടുത്തില്ല. അപ്പം മേ ബി പുള്ളി തിരക്കിലായിരിക്കും, അവർ ഭയങ്കര ബിസി ആയിട്ടുള്ള ആളുകളാണ്. കാർത്തിക് സുബരാജ് ആണോ? അതെ, കാർത്തിക് സുബ്രാജ്. അദ്ദേഹത്തെ വിളിക്കാറുണ്ടോ? ആ ടൈമിൽ കോണ്ടാക്ട് നല്ലപോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആളിപ്പോൾ കുറേ പടങ്ങളിൽ തിരക്കിലായിപ്പോയല്ലോ. അപ്പോൾ ഫോൺ എടുക്കാതെ വന്നപ്പോൾ ഇനി അത് തിരക്കൊണ്ടായിരിക്കും. പക്ഷെ അപ്പം ഞാനത് പിന്നെ ഡിസ്റ്റർബ് ചെയ്യുകയാണെന്നുള്ളൊരു അങ്ങനെ നമ്മളൊരു ശല്യമായി പോയിട്ട് അവർക്ക് തോന്നുന്നു. അതുകൊണ്ട് വിളിക്കില്ല. അപ്പോൾ ജോജി ചേട്ടനാണല്ലേ കുറേ കാലം നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്നു ആളുമായിട്ട്. എന്നാലും ജോജു ജോർജ് ഒരുപാട് സിനിമകൾ ചെയ്യുന്നില്ല, എന്നാലും ഒരു അവസരം അജിത്തിന് തന്നൂടെ? അല്ല, അദ്ദേഹം ശരിക്കും നേരിട്ടിറങ്ങി അജിത്തിന്റെ ക്യാമറയിലൂടെയാണല്ലോ അവരുടെ എല്ലാ ഇതും പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടത്. അല്ല, ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ടല്ലോ എൻ്റെ സിനിമ മാത്രമല്ലേ. അല്ല, എന്നാലും ആദ്യ സിനിമയിലെ തന്നെ ഇത്രയും ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുക എന്ന് പറയുന്നത് ശരിക്കും അംഗീകരിക്കേണ്ടത്, അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ ശരിക്കും? അല്ല, എല്ലാം മാറ്റി നിർത്തിയിട്ടൊന്ന് ചിന്തിക്കുവാണെങ്കിൽ. അല്ല, ചോദിച്ചിട്ടുണ്ടോ അവസരം? ജോജി ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ അത് കഴിഞ്ഞിട്ട് ആളെ കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല ഫോണിൽ. അപ്പോൾ ഇതേ സെയിം പ്രശ്നം തന്നെ. നമ്പർ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. പഴയ എൻ്റെ കയ്യിലുള്ള നമ്പറിൽ കുറേ നാൾ വിളിച്ചിട്ട് റെസ്പോൺസ് വരാതെ വന്നപ്പോഴത്തേന് നേരത്തെ ആൾ ബിസി ആയിരിക്കും, ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി അങ്ങനെ